അസ്സലാമു അലൈക്കും. നമ്മൾ OSCCയുടെ യൂട്യൂബിൻ്റെ മീറ്റപ്പ് പ്രോഗ്രാമായിരുന്നു. നല്ല എല്ലാവരും കൂടിയിട്ട് നല്ല അടിച്ചു പൊളിച്ചു എന്ന് പറയാം. നിങ്ങൾ വീഡിയോ കണ്ടു നോക്ക്. വലിയ ഗിഫ്റ്റ് ഒന്നല്ല, ഞാൻ പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു ഗിഫ്റ്റാണ്. ഇതിന്റെ ഒരു ഡൗട്ട് ഒന്നും കൂടി ഞാൻ തരണ്ടേ സെറ്റ് ആക്കിയിട്ട്. അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. നമ്മൾ ആ മീറ്റപ്പ് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു ഗ്യാതറിംഗ് എന്ന് പറയുന്നത് വലിയ സന്തോഷം തന്നെയാണ്. എല്ലാവരെയും കാണാൻ പറ്റിയത് വലിയ സന്തോഷം. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അടിച്ചു കളിക്കാം. താങ്ക് യു സോ മച്ച്. ഒന്നും പറയുന്നില്ല. ഗിഫ്റ്റുകൾ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ അപൂർവമാണ്. അപ്പോൾ എൻ്റെ ഓർമ്മകളിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ബർത്ത്ഡേ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ 1-2 പ്രാവശ്യത്തെ ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അപൂർവമായിട്ടൊരു ഗിഫ്റ്റ് എനിക്ക് കിട്ടി. ഒരുപാട് സന്തോഷമുണ്ട്. വേറൊന്നുമില്ല പറയാൻ. ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഒരു സംഭവം നമ്മൾ ഒരു 1-2-3 ആഴ്ചയല്ലേ നമ്മൾ പ്ലാൻ ചെയ്യാൻ കഴിഞ്ഞിട്ട് നടക്കോ ഇല്ലേ എന്നുള്ളൊരു ഇതുണ്ട്. എന്തായാലും എനിക്കത് യൂസ്ഫുൾ ആവും. ചായ ക്ലാസ് 2.25 രൂപയായി. എന്തായാലും നിങ്ങളുടെ ഡെഡിക്കേഷൻ ഒക്കെ സൂപ്പറാണ്. ഇത്രയും മക്കളെയും ഇതിലൊക്കെ ഇവിടെ എത്താൻ പറ്റും. സത്യം. അവർക്കൊരു മനസ്സുണ്ടല്ലോ, അത് സംഭവം. മാത്രല്ല ഇത്ര ആക്റ്റീവ് ആയിട്ടൊന്നും ഇല്ല ഇപ്പൊ എവിടെ. വളരെ സന്തോഷം. ക്രിസ്മസിന് ഒരു ഗിഫ്റ്റ് കിട്ടിയത് എപ്പോഴുമാണ് ഓരോ ഗിഫ്റ്റ് കിട്ടുന്നത്. അത് OSCC കേട്ടോ. അപ്പം നല്ലൊരു വർഷമാകട്ടെ, എല്ലാവർക്കും നല്ലൊരു വർഷമാകട്ടെ. എല്ലാവരുടെയും വീഡിയോ ടിക്കറ്റ് സാധാരണ എല്ലാ ഗിഫ്റ്റും ഞാൻ ലാസ്റ്റാണ് വാങ്ങിക്കുന്നത്. തെളിയിച്ച് ചോദിക്കുന്നത് ഓൾമോസ്റ്റ് ലാസ്റ്റാണ്. പക്ഷേ ഒരിക്കലും അങ്ങനെ ഗിഫ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ ഈ ഒരു പ്രോഗ്രാമിൽ ഇങ്ങനെ ഇപ്പം നമ്മൾ ഡിസൈഡ് ചെയ്ത് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഞാൻ വിചാരിച്ച ആ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യുക. എന്തായാലും ഒത്തിരി സന്തോഷം. ഞാൻ വിചാരിച്ച് കൊടുക്കണേയും വാങ്ങണേയും നല്ല വ്യൂസ് ഉള്ള ഒരാളെ കിട്ടണേന്ന്. അത് കിട്ടി.
രണ്ട് ഞാൻ ഗിഫ്റ്റ് വാങ്ങിച്ചിട്ട് ആ കൺഫ്യൂഷൻ. എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചു ഏതാ വേണ്ടതെന്ന് വെച്ചാൽ എടുക്ക്. അന്നേരം ഞാൻ പറഞ്ഞു ഏതെങ്കിലും യൂസ്ഫുള്ളുള്ള സാധനം വേണം. അങ്ങനെ എനിക്ക് യൂസ്ഫുള്ളായിട്ട് ഫീൽ ചെയ്യണ ഒരു സാധനം എത്രമാത്രം ഉപകാരമാവും എന്ന് എനിക്കറിയില്ല. ഞാൻ റാഷിദിയ തന്നെയാണ്. അപ്പോൾ എൻ്റെ നാട്ടിൽ തന്നെ ഒരു പരിപാടി വെച്ചപ്പോൾ എന്തായാലും പങ്കെടുക്കണം എന്നുള്ള രൂപത്തിൽ വന്നതാണ്. കിട്ടി ഞാൻ പെട്ടെന്ന് പോകടും. എന്തായാലും ഇനി ബാക്കിങ്ങൾ പാട്ടും പരിപാടിയൊക്കെ ആയിട്ട് നടക്കട്ടെ. ഓക്കെ, അപ്പോൾ അതന്നെ. അപ്പോൾ താങ്ക് യു മിസ്റ്റർ. ഞങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ലൈക്കായിട്ട് കോൺടാക്ട് ഉള്ള ഒരാൾ തന്നെയാണ്. കയ്യിൽ നിന്ന് തന്നെ കിട്ടിയത് വഴി കിട്ടല്. അപ്പോ നമുക്കറിയത്തില്ല ആണും പെണ്ണുങ്ങളുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ സന്തോഷം കൊടുക്കും. ആരാ പറയണ്ടേ? ഞാനാ പറയണ്ടേ? ആര് പറഞ്ഞാലും മതി. ഒരുമിച്ച് പറഞ്ഞോ? സന്തോഷം. നല്ല വാല്യൂബിൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ്. എനിക്കറിയത്തില്ല എത്രത്തോളം ഉണ്ടാവും. നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടി ഭയങ്കര ഹാപ്പിയായി. നമുക്ക് ഇനി ഇതുപോലെ കൂടാം അല്ലേ? ഗിഫ്റ്റ് എന്തായാലും അതൊരു ഹാപ്പിനെസ് തന്നെയാണ്. ഫസ്റ്റ് ടൈമാണ് കിട്ടുന്നത്. ഭയങ്കര സന്തോഷം അല്ലേ? ഭയങ്കര സന്തോഷം. ഗിഫ്റ്റ് എന്തായാലും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ആവും. ഒരുപാട് സന്തോഷം. ആദ്യമായിട്ടാണ് യൂട്യൂബിൽ വന്നതിന് ശേഷം ഒരാൾ ഗിഫ്റ്റ് തരുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. അതിലുപരി മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയതും നിങ്ങളൊക്കെ കാണാൻ പറ്റിയതിനും പരിചയപ്പെടാൻ പറ്റിയതും ഒരുപാട് സന്തോഷം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്, ദെൻ ഹാപ്പി ന്യൂ ഇയർ. ഞാനൊന്നും സംസാരിക്കില്ല എന്ന് പറഞ്ഞാൽ നീ സംസാരിച്ച ഇതല്ലേ പറഞ്ഞു എൻ്റെ ചോദിച്ചതാ വാങ്ങാനുള്ള ഭാഗ്യവതി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ വലിയ ഗിഫ്റ്റ് ഒന്നുമല്ല, പക്ഷെ ആർക്ക് അങ്ങനെയല്ല നമ്മള് എല്ലാ ബോയ്സ് ആൻഡ് ജെൻസ് ഒന്നിച്ചിട്ടുള്ള ഒരു പരിപാടി ആയതുകൊണ്ട് ആരാണ് വാങ്ങാന്ന് ബോയ്സ് ഗേൾസ് ഒന്നിച്ചുള്ളതായതുകൊണ്ട് ഞാൻ കാര്യം പറയട്ടെ. അപ്പൊ ആർക്കായാലും ഉപകാരപ്പെടുന്ന രീതിയിൽ വാങ്ങിച്ചതാണ്. അപ്പൊ ഒരുപാട് ഉപകാരപ്പെടും. അപ്പൊ ഒരുപാട് അത് അവരാ പറയണ്ടേ? എന്റെ പേര് നൗഷാദ് എന്നാണ്. ചാനൽ ടെൻഷൻ ആദ്യമായിട്ടാണ്. സപ്പോർട്ട് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. അപ്പൊ ഓക്കെ.